ഹലോ ഫ്രണ്ട്സ്, ബാ കടൽ കാണാൻ പോവാം നമുക്കിന്ന്. എവിടെ പോവാണെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അതൊരു രസമാണ് അല്ലേ. പോകുന്ന വഴിക്ക് അൽക്കായം എന്നൊരു ബേക്കറി കയറി ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി. ജൂൺ മാസമായിട്ട് മെയ് ഫ്ലവറിൻ്റെ പ്രൗഢിക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ എത്തിയപ്പോഴേക്കും 6 മണിയായി. എന്നിട്ടും സൂര്യൻ മൂപ്പർക്ക് പോകാൻ വലിയ ഉദ്ദേശമൊന്നുമില്ല, നല്ല ചൂടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കൈറ്റ് ബീച്ചിലാണ്. പേര് പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പട്ടമൊക്കെ പറത്താം. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഒരങ്കിള് മാത്രം പട്ടം പറത്തുന്ന കണ്ടു. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കുട്ടി ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. സീഷെല്ലിൽ വെച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉള്ള ഷോപ്പ് കണ്ടു. വളരെ നന്നായിരുന്നു അത് കാണാൻ. പിന്നീട് ബീച്ച് ഐറ്റംസ്, ബീച്ച് ഡ്രസ്സ്, തൊപ്പി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ കണ്ടപ്പോൾ ഞാനും നാൻസി ചേച്ചിയും നടത്തമൊക്കെ പതുക്കെയാക്കി. ചെറുതാട്ടനും ബാബുചേട്ടനും വേഗം നടന്ന് മുന്നിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മുന്നിലോട്ട് പോയപ്പോൾ കൈറ്റ് ബീച്ച് ദുബായ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമ്മളുടെ തെങ്ങ് നട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബീച്ചിലേക്ക് എത്തി. ശരത്താട്ടനും ബാബുചേട്ടനും വെള്ളത്തിലേക്ക് ഇറങ്ങി. പുറത്ത് നല്ല ചൂടാണെങ്കിലും വെള്ളം നല്ല തണുപ്പാണ്. അപ്പം അവരവിടെ നിന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് കളർ കക്കകൾ ഉണ്ടായിരുന്നു. എനിക്കും നാൻസി ചേച്ചിക്കും അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ അത് കളക്ട് ചെയ്തു. അപ്പം നമുക്ക് ഇവിടുന്ന് ബുർജൽ അറബ് കാണാൻ പറ്റും. ദുബായിലെ ലക്ഷറി ഹോട്ടലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഹോട്ടലുകളിൽ ഒന്നാണ് ഈ ബുർജൽ അറബ്. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലാപരിപാടിയാണ് ഫുഡ് അടി. അങ്ങനെ സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞ് സൂര്യൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഞങ്ങളും നല്ല നടന്നു. സൂര്യൻ ബാക്കി വെച്ച അവശേഷിപ്പുകളൊക്കെ ആകാശത്ത് തന്നെ കാണാനും ഉണ്ടായിരുന്നു. കോറി വരച്ച ചിത്രം പോലെ ഈ ഒരു ചിത്രം മനസ്സിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടന്നു വരുമ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലേസുകളൊക്കെ കണ്ടു. ഞങ്ങൾ മെല്ലെ മുന്നോട്ടേക്ക് നടന്ന് ആ സ്ഥലത്തോട് യാത്ര പറയാൻ സമയമായി എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അവിടുന്ന് സമ്പാദിച്ച ഒരുപാട് ഓർമ്മ ചിത്രങ്ങളുമായി ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.